ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ നല്ല മഴയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ നല്ല മഴയുണ്ടോ? ഇവിടെ മഴ പെയ്ത് ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു. കാറ്റിൽ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. പെട്ടെന്നാണ് മഴ വരുന്നത്. കണ്ട, പെട്ടെന്ന് തന്നെ മഴ പെയ്യുകയും ചെയ്യും. നല്ല ശക്തമായ കാറ്റാണ് ഇവിടെ. നിങ്ങളുടെ നാട്ടിലും ഒക്കെ മഴ എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. എൻ്റെ വീട്ടിലോട്ട് പോവാം. അതൊരു ഈവനിങ്ങാണ്. മക്കളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല മഴയുണ്ട്. അവരിവിടെ വൈകിട്ടത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞു അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഇതുപോലെ ചിലപ്പോൾ കളിക്കും, അല്ലെങ്കിൽ അടി ഉണ്ടാക്കലും. അപ്പോൾ ഇപ്പം എന്തായാലും വലിയ കുഴപ്പമില്ലാതെ കളറിങ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് കളർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ചേച്ചിക്കും പർപ്പിൾ കളർ, അച്ഛനും പർപ്പിൾ. അപ്പോൾ ഞാനൊരു സ്റ്റിച്ചിങ് കൂടെയാണ് കാണിക്കുന്നത്. കാര്യം ഇത് യൂണിഫോമത്തിൻ്റെ തുണിയാണ്. അപ്പോൾ ഞാൻ ഒരു ജോഡി യൂണിഫോം നമ്മൾ റെഡിമെയ്ഡ് എടുത്തു. പിന്നെ ബാക്കിയുള്ളത് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗാണ് ഞാനിവിടെ ആഡ് ചെയ്തത്. ഒറ്റ ദിവസം കൊണ്ട് ചെയ്തതൊന്നുമല്ല, കുറേ ദിവസം എടുത്തിട്ടാണ് ഞാനത് സ്റ്റിച്ച് ചെയ്തത്. ഞാനത് ഇടയ്ക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതിപ്പോൾ ഞാനിപ്പോൾ പെനിഫോറാണ്, അതിൻ്റെ മുകളിലത്തെ പോർഷനാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് സിബൊക്കെ ഉണ്ട്. സിബൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പെനിഫോറം റെഡിയാക്കുന്നത്. അതിനുശേഷം സ്കേർട്ടാണ്, സ്കേർട്ടിൻ്റെ ഉള്ളതും അതും സ്റ്റിച്ച് ചെയ്യുന്നതാണ്. പിന്നെ രണ്ടും കൂടെ ചേർത്തടിക്കണം. അതാണ് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ശരിയാവോ ഇല്ലേ, എന്നാലും ചെയ്തെടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞാനങ്ങ് ചെയ്തതാണ്. എന്തായാലും എൻ്റെ യൂണിഫോം സെറ്റായിട്ടുണ്ട്. അതെന്തായാലും ഞാൻ അവരെ ഇട്ടിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അവരെന്തായാലും ഉള്ളതിന് കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി ബുക്സൊക്കെ ഒന്നെടുത്ത് ബൈൻഡ് ചെയ്യാം. നമുക്കിനി സമയമില്ലല്ലോ, പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യണം. അപ്പോൾ ഞാൻ ബുക്സൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ബൈൻഡിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ ബുക്സായിട്ട് എടുത്ത് ബൈൻഡ് ചെയ്യാം. പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് അമ്മ തന്നെ ബൈൻഡ് ചെയ്ത് തരുന്നതുകൊണ്ട് കുറേ വർഷമായി ബൈൻഡ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് എടുത്തപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങനെ അധികം ബൈൻഡ് ചെയ്തിട്ടില്ല. ഇപ്പം എൻ്റെ മക്കളുടെ ബുക്കാണ് ഞാൻ ബൈൻഡ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ബൈൻഡ് ചെയ്ത് ഇനി നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കണം. കാര്യം നമുക്ക് സമയം ഇനിയിപ്പോൾ ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ബൈൻഡ് ചെയ്യുന്ന ഫുൾ ബുക്കും ബൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ കരുതി ഫസ്റ്റ് ടൈമിനുള്ള ബുക്സ് മാത്രം ബൈൻഡ് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ നമുക്ക് സ്കൂൾ ഓപ്പണിങ്ങിന് മുന്നേ തന്നെ ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് ഇതെല്ലാം ബുക്സ് എല്ലാം നമുക്ക് അവിടെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ടൈമിൻ്റെ ബുക്സ് മാത്രം ഞാൻ ബൈൻഡ് ചെയ്യുന്നുള്ളൂ. അവർ സെൻറ്റ് തോമസിലാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബുക്സൊക്കെ ബൈൻഡ് ചെയ്ത് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. സ്റ്റാപ്ലറൊക്കെ അടിച്ച്
അങ്ങനെ നമ്മൾ ബുക്സ് എല്ലാം ഫസ്റ്റ് ടൈമിൻ്റെ ബുക്സ് എല്ലാം ഞാൻ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുവാണ്, നോട്ട് ബുക്സും ടെക്സ്റ്റ് ബുക്സും കളറി ബുക്കും എല്ലാം. അപ്പോൾ നമ്മളെ ബുക്സ് എല്ലാം സെറ്റായി. അപ്പോൾ ഇനി അത് എടുത്തോണ്ട് പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും നിൽക്കുവാണ്. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എടുത്തോണ്ട് പോയി എല്ലാം മേളിക്കൊണ്ട് വെക്കാൻ പറഞ്ഞു. പിന്നെ ഡിന്നറിൻ്റെ ടൈമായി. അപ്പോൾ ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ നൈറ്റിൽ ടി വി ഇട്ട് സമയത്താണ് ഡിന്നർ കഴിക്കുന്നത്. അപ്പോൾ ടി വിയിൽ ന്യൂസിൽ ഇങ്ങനെ പറയുന്നുണ്ട് മഴക്കെടുതിയെക്കുറിച്ച്. അപ്പോൾ അതൊക്കെയാണ് മോൾ ചോദിക്കുന്നത്. അപ്പോൾ ഒരാളിവിടെ എത്തും, കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. മറ്റാരുമല്ല, ജാനിക്കുട്ടിയാണ്. ജാനിക്കുട്ടിക്ക് ഒട്ടും വയ്യ, കാലുവേദനയാണ്. കാരണം കുട്ടിക്ക് ഭക്ഷണം കാണുന്ന സമയത്ത് കാലുവേദന, വാവേദന തുടങ്ങിയ മുതലായ വേദനകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കാലുവേദനയോട് ഒരുമിച്ച് വന്നതുകൊണ്ട് നടക്കാനോ നിൽക്കാനോ ഇരിക്കാനോ എന്തിന് കഴിക്കാൻ പോലും പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ഭക്ഷണം കാണുമ്പോൾ നിങ്ങളെ വീട്ടിലും ഇതുപോലത്തെ മക്കളുണ്ടോ? ഭക്ഷണം കാണുമ്പോൾ മൊത്തത്തിൽ വേദനയാണ്, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ വേദനയുള്ള കുട്ടിയെ ഞാൻ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ കാണിച്ചു തരാം. A few moments later. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.